സ്വാതന്ത്ര്യ സമര ക്വിസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശിലെ. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ആഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഏതു ദിവസമായിരുന്നു? വെള്ളിയാഴ്ച. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ മൗണ്ട് ബാറ്റൺ പ്രഭു. 2025 ഇന്ത്യയിൽ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്? 79. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഡോക്ടർ BR അംബേദ്കർ. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. മലബാർ കലാപം നടന്ന വർഷം 1921. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹരണ പ്രസ്ഥാനം. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. അശോക ചക്രത്തിൻ്റെ നിറം നാവിക നീല. അശോക ചക്രം എടുത്തതെവിടെ നിന്നാണ്? സാരാനാഥിലെ ഗിർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയ വ്യക്തി ഡോക്ടർ S രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം 1919. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ലക്നൗ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. CR ദാസ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ദേശബന്ധു. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ്. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചതാര്? ചന്ദ്രശേഖരൻ ആസാദ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേയൊരു മലയാളി സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി ഉദ്ധം സിംഗ്. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച്? ചെങ്കോട്ട, ഡൽഹി. ദേശീയ പതാകയിലെ നിറങ്ങൾ: കുങ്കുമം വെള്ള, പച്ച. വെള്ളയിൽ നീല നിറത്തിലുള്ള അശോകചക്രവും. കുങ്കുമം ധീരതയെയും ത്യാഗത്തിനെയും സൂചിപ്പിക്കുന്നു. പച്ച സമൃദ്ധിയെയും ഫലപുഷ്ടിയെയും സൂചിപ്പിക്കുന്നു. വെള്ള സമാധാനത്തിനെയും സത്യസന്ധതയെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തി കാനിങ് പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം 1757. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്ത. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം 1931. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 ഫെബ്രുവരി 5. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥമാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 മാർച്ച് 12. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമം. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം വരിക വരിക സഹചരെ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനമുയർത്തിയ സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ഉദ്ധം സിംഗ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണിത്? ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. സാരേ ജഹാംസെ അച്ച രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ.